വന്നിരിക്കുന്നത് മിച്ചറും നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ അല്ലേ? മിച്ചറും കൂട്ടിയിട്ട് നമ്മൾ മിച്ചർ ഉണ്ടാക്കിയിട്ട് പഴം കൂട്ടി കഴിക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊന്നും ഇത് അറിയില്ലായിരിക്കും. മിച്ചറും കൂട്ടി പഴം കൂട്ടി കഴിക്കുന്ന പറയുമ്പോൾ ചിലർക്കൊക്കെ അതെന്ത് ടേസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ മിച്ചറും കൂട്ടി പഴം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പഴവും മിച്ചറും കൂടെ എന്ത് കോമ്പിനേഷൻ, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ കുഞ്ഞിലെ തൊട്ടേ കഴിക്കുന്ന ഒരു വിഭവമാണിത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ചേട്ടനും ചേച്ചിയെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമ്മൾക്ക് മിച്ചറും പഴവും കൂട്ടിയിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ കുശാലായി, വൈകുന്നേരത്തെ കാര്യം ഓക്കെ. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് കാണിക്കുന്നത് ഈ മിച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് മിച്ചർ ഉണ്ടാക്കിയിട്ട് പഴവും കൂട്ടി ഒരു കട്ടൻ കാപ്പിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിച്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുക. ടാറ്റാ. പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് മിച്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഇതുപോലുള്ളൊരു 250 ml കപ്പിൽ 2 കപ്പ് കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പിന് 1 സ്പൂൺ എന്ന കണക്കിന് 2 സ്പൂണാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ടത് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മിച്ചറാണ്. നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഇടണേ ഇട്ട് കൊടുക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇതേ ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ 1 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് നമ്മുടെ മിച്ചറൊന്ന് നല്ല മയമായിട്ട് വരാനായിട്ടാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 കപ്പേ മാറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ആ മിച്ചറിനകത്തൊരു ചെറിയ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം കാണത്തില്ലേ, അത് റെഡിയാക്കി എടുക്കാനായിട്ടാണ്. എനിക്കിപ്പോൾ ഇത്രയും അതിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ 1/4 കപ്പേ മാറ്റി വയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നല്ല ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടലമാവിന് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ മറ്റ് ഗോതമ്പ് പൊടി പോലൊന്നുമല്ല, ഇത് പെട്ടെന്ന് നന്നായിട്ട് ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നുപോയി മുമ്പേ കാണിച്ചു തരാനായിട്ട്. കായപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് കട്ടിയാകാനും ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ഞാൻ നമ്മുടെ മിച്ചറിനെ എടുത്ത് വെച്ചത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മളൊരു 1/4 കപ്പ് മാറ്റി വെച്ചിരുന്നില്ലേ, ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കുന്ന പോലെ കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകല്ലേ, ഒന്നും ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യില്ലേ. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാൻ മിച്ചർ ഉണ്ടാക്കാനായിട്ടൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കണ്ട കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം ഇട്ട പാടെ മിച്ചർ അങ്ങ് കരിഞ്ഞു. കാരണം ചെറിയതായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില മൂപ്പിച്ചെടുത്തിട്ട് അതിൽ പൊരിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ ഈ മിച്ചറിലോട്ട് ഇട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം കറിവേപ്പില മൂപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനൊരു കൈപ്പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്.
ഞാനിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണേ. ഇനി നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ ഹോളുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണേൽ വലുതെടുക്കാം. ഇതിനേക്കാൾ ഒരു തൊട്ട് വലുത് കിട്ടും. എനിക്ക് പക്ഷേ കുഞ്ഞു മിച്ചർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീ കുറച്ചിട്ടേക്കണേ. നമുക്ക് കുറേശ്ശെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇടിയപ്പം അച്ചിലിട്ടിട്ട് സേവനാഴിയിലൂടെ പിഴിഞ്ഞു കൊടുക്കാം. തീ ഏറ്റവും ചെറുതിലിട്ട് വെക്കണേ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി കൂടെ നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാവേ. വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് കപ്പലണ്ടി വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു 30-40 സെക്കൻഡ് മതി. അതിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. കടല വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊട്ട് കടലയാണ് കേട്ടോ. ഇത് 1/2 കപ്പ്. നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാം. ഇനി നമ്മൾക്ക് നമ്മളുടെ മിക്സറിലൊക്കെ ചെറിയ ഇതുപോലെ കാണത്തില്ലേ, ആ സാധനം ഉണ്ടാക്കിയെടുക്കാം. അതിങ്ങനെ ഒഴിച്ചിട്ട് വട്ടം ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2-4 വെളുത്തുള്ളിയും കൂടെ തൊലിയോടുകൂടെ തന്നെ ചതച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സോറി, അത് എടുത്തപ്പോൾ റെക്കോർഡായില്ലായിരുന്നു. വെളുത്തുള്ളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ മിക്സ് ചെയ്യാം. നമ്മൾ മിക്സർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടല, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 സ്പൂൺ തന്നെ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, എല്ലാത്തിലും ഒന്ന് പിടിക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമുക്ക് ഇത് പഴം കൂട്ടി കഴിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.